നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. രമേഷേ, ലോകമെമ്പാടുള്ള മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ആരാണ്. അതിന്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. നമ്മൾ ഈ പരിപാടി ഇപ്പോൾ റെക്കോർഡ് ചെയ്യുകയാണ്. നമ്മൾ ലൂസ് ടോക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ചർച്ചകൾ നടക്കുന്നു. തീരുമാനം വന്നിട്ടില്ല. ഈ സമയത്ത് വന്നൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് വിജയ് തന്നെ ഭരിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെ തീരുമാനമായി വിജയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു. ഏതായാലും അത് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. VCKയും പിന്തുണ കൊടുത്തു. അങ്ങനെ വിജയ് മുഖ്യമന്ത്രിയാകുകയാണ്, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാകുകയാണ്. വിജയ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാകുമ്പം കേരളത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന തരത്തിലാണ് ചർച്ചകൾ വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ചെറിയ സാമ്യമുണ്ട്. നേരത്തെ തമിഴ്നാട് ഭരിച്ചിരുന്ന സ്റ്റാലിനും പിണറായി വിജയനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. KC വേണുഗോപാൽ കേരളത്തിൽ വന്നാൽ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയും KCയുമായിട്ട് നല്ല റാപ്പാണ്. ആദ്യം മുതൽ തന്നെ KC അക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. ഇപ്പൊ അവസാനം പെട്ടെന്ന് തന്നെ കോൺഗ്രസിന്റെ 5 MLA വിജയിന് പിന്തുണ കൊടുക്കാൻ കാരണവും KCയാണ്. അപ്പം ആത്മബന്ധമുള്ള 2 നേതാക്കള് വിജയും KCയും അത് കേരളം ഭരിക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയനും സ്റ്റാലിന് ശേഷം കേരളം ഭരിക്കാനും കേരളവും തമിഴ്നാടും ഭരിക്കാനും 2 സുഹൃത്തുക്കൾ തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴും KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞിട്ടില്ല. വിജയ് കേവല ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. പക്ഷേ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് KC വേണുഗോപാലിന്റെ മുൻതൂക്കമാണ് പറയപ്പെടുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ കാര്യമാണ്. ഏതായാലും അവസാന നിമിഷത്തിൽ വലിയ തോതിലുള്ള മാറ്റമറിച്ചിലുകൾ എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തി. രാഹുൽ ഗാന്ധിയും ആ പരിപാടി ചടങ്ങിൽ. അതായത് അവിടെ ശ്രദ്ധിക്കേണ്ട 6 പേരാണ് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്, ഈ കൂടിക്കാഴ്ചകൾ പങ്കെടുക്കുന്നത്. എപ്പോഴും ഇത്തരം യോഗങ്ങളുടെയും ഭൂരിപക്ഷം ഒരു നിർണായക ഘടകമാണ്. ഖാർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒരു പക്ഷത്തായിരിക്കും. ഒപ്പം KPC പ്രസിഡന്റ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും VD സതീശനും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഈ യോഗത്തിൽ അവരവരുടെ വോട്ടുകൾ മാത്രമേ കിട്ടത്തുള്ളൂ. സണ്ണി ജോസഫിന്റെയും ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെ വോട്ട് KC വേണുഗോപാലിനായിരിക്കും. അപ്പം നമ്മൾ 6 പേര് പങ്കെടുക്കുമ്പോൾ 4 പേരുടെ ഭൂരിപക്ഷം ഇവിടെയും KC വേണുഗോപാലിനുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ KCക്ക് വേണ്ടി അനുകൂല തീരുമാനമെടുത്തതിന് ശേഷം മറ്റ് 2 പേരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ഒരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഉണ്ടാകുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. പക്ഷെ സതീശൻ അനുകൂലമാണ്, ജനവികാരം എന്ന തരത്തിൽ ചർച്ച വരുന്നുണ്ട്. പക്ഷേ ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന MLA-മാരുടെ ഭൂരിപക്ഷമാണ് മുഖ്യമന്ത്രിക്ക് ആധാരമാകേണ്ടത്. പണ്ട് കേരളത്തിൽ എപ്പോഴും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആന്റണി ആണോ കരുണാകരനാണോ എന്നൊക്കെ ചർച്ചകൾ നടക്കുമ്പം അവർ തമ്മിലുള്ള അന്തരം 2 സീറ്റോ 3 സീറ്റോ ആയിരിക്കും. 30 സീറ്റ് A ഗ്രൂപ്പിനും 33 സീറ്റ് I ഗ്രൂപ്പിനും. ഈ 3 പേരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം, അങ്ങനെയുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം അല്ലെങ്കിൽ തിരുത്തൽവാദികളുടെ പിന്തുണ ഉറപ്പാക്കി അങ്ങനെയൊക്കെയാണ് നടന്നത്. ഒരിക്കലും കരുണാകരനും ആന്റണിയും തമ്മിൽ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ നടന്ന പോലുള്ള ഒരു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും തമ്മിൽ ഉണ്ടായിട്ടില്ല. എന്നാലും 47 പേരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ടെന്നുള്ളത് വ്യക്തമാണ്. 8 പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. 6 പേരാണ് VD സതീശനൊപ്പം ഉള്ളത്. പിന്നെ 3 സ്വതന്ത്രരുണ്ട്. അത് അവരെ പ്രത്യേക അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് എന്താണോ അത് ഞങ്ങൾ അനുസരിക്കും എന്നുള്ള നിലപാടെടുത്തവരുണ്ട്. ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഒരു ആദ്യമായിരിക്കും ഇത്രയും ഒരു പ്രശ്നം ഈ ഒരു വിഷയമാണ്. കാരണം നേരത്തെ ഇപ്പോൾ കരുണാകരനാണെങ്കിലും ആന്റണി ആണെങ്കിലും കരുണാകരനാണെങ്കിലും പിന്നെ അതുപോലെ ഉമ്മൻചാണ്ടി എല്ലാവരും തന്നെ അവരായിരിക്കും എല്ലാവർക്കും അറിയാം. KCയുടെ പോസ്റ്റർ വലിച്ചു കീറുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുകയാണ്. അത്തരം സാഹചര്യം KC വേണുഗോപാലിന്റെ അനുകൂലമായി വെച്ചിരുന്ന ഫ്ലക്സുകൾ വലിച്ചു കയറുമ്പോൾ അതിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉണ്ടായിരുന്നു. അതും കൂടെ ചേർത്താണ് വലിച്ചു കയറിയത്. ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചെറിയതോടെ തന്നെ ഹൈക്കമാൻഡിന് ഉമ്മൻചാണ്ടി വികാരം അവർക്ക് അനുകൂലമായി മാറുന്നൊരു അവസ്ഥ വന്നു. അതെ, മാത്രമല്ല ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് ഇവർക്ക് കോൺഗ്രസ്സുകാർ തന്നെയാണോ എന്നുള്ള ഒരു വ്യാപകമായ സംശയം എല്ലായിടത്തും വരും. ഡൽഹിയിൽ വന്നിറങ്ങിയ VD സതീശനെ സ്വീകരിക്കാൻ വന്ന MSF-കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ മുസ്ലിം അനുകൂല സംഘടനകൾ വളരെ വ്യാപകമായ തോതിൽ സതീശന് വേണ്ടി രംഗത്ത് ഇറങ്ങിയത് അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധിയായി മാറിയോ, സതീശന് പ്രതിസന്ധിയായി മാറിയോ സ്വാഭാവികം ഇപ്പോൾ സംശയിക്കപ്പെടുന്നു. അപ്പോൾ MSF-ന്റെ നേതാവ് തന്നെ, ഡൽഹിയിലെ നേതാവ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, MSF അല്ല അത് ചെയ്തത്, ആരൊക്കെ വന്ന് ചെയ്തു, ഞങ്ങൾക്കത് പങ്കില്ല, ആര് വേണമെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് MSF നേതാവ് തന്നെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം. ഈ അത്തരത്തിലുള്ള ഈ ഒരു വലിയ സാമൂഹിക വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ എത്തിക്കൂടുന്ന ഒരു ആൾക്കൂട്ടത്തെക്കുറിച്ച് ഇപ്പോൾ മലയാളിക്ക് നന്നായിട്ട് അറിയാം ആരാണ് അവിടെ എത്തുന്നത്. സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നിന്ന് വാഹനം കത്തിക്കാൻ വരുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചില സ്ഥലങ്ങളിൽ തിങ്ങിക്കൂടുന്നുണ്ട്. ഇവർ ആണ് പലപ്പോഴും ഇതിൻ്റെ ഇടയിൽ കയറി എന്ന് പ്രശ്നം ഉണ്ടാക്കാറുള്ളത്. KPC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ അദ്ദേഹത്തിനടുത്ത് മോശമായ ഭാഷയിൽ ഈ കേരള ഹൗസിലെത്തിയപ്പോൾ കുറെ പേര് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തല അവിടെ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹം കേരള ഹൗസിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം മുറി ബുക്ക് ചെയ്തിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇതൊരു വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പദവി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
MLA-മാരിൽ സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അത് എല്ലാ സംസ്ഥാനത്തും അങ്ങനെയാണല്ലോ ഘടകം. അതെ, CPM-നൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, പാർട്ടി തീരുമാനിക്കുന്നു, പിന്നെ MLA-മാരെ പേരിന് വേണ്ടി വിളിച്ചു വരുത്തി ഈ പാർട്ടി പറഞ്ഞ ആളിനെ അവരൊക്കെ തീരുമാനിക്കുന്നു എന്നുള്ള അല്ലാതെ വോട്ടെടുപ്പ് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ CPM-നൊന്നും ഇല്ല. അവിടെ ഇപ്പോഴും ഏകാധിപത്യ പാർട്ടി തീരുമാനിക്കുന്നു, പാർട്ടി നടപ്പിലാക്കുന്ന രീതിയിലുള്ള. പക്ഷേ കോൺഗ്രസ്സിലെ ജനാധിപത്യപരമായ രീതിയിലാണ് കാര്യങ്ങൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ചില ഘട്ടങ്ങളിലെങ്കിലും കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതെ, ഈ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ VD സതീശന് അനുകൂലമായി പ്രതികരിക്കുമെന്ന റിപ്പോർട്ടുകളും വാർത്തകളും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ. ഡൽഹിയിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റി എന്ന് പറഞ്ഞ വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പൊ ഇന്ദിരാഗാന്ധിയുമായും രാജീവ് ഗാന്ധിയുമായും ആ കുടുംബമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന കേരളത്തിലെ ഈ നിലവിലുള്ള മറ്റു രണ്ട് നേതാക്കളെ അപേക്ഷിച്ച ബന്ധം ഉണ്ടായിരുന്ന ആൾ രമേശ് ചെന്നിത്തല മാത്രമാണെന്നുള്ള കാര്യം. അതെ, പക്ഷേ KC വേണുഗോപാൽ ആലപ്പുഴയിലെ MLA ആയിരുന്നു. ആലപ്പുഴയിലെ ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിർത്തുന്നത്. കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. കരുണാകരൻ്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിൽ വന്നതാണ്. അന്ന് ആലപ്പുഴയിൽ CPM-ന്റെ കോട്ടയായിരുന്നു ആലപ്പുഴ. അവിടെ അത്ഭുതം കാണിച്ച് ആലപ്പുഴയിലെ നിയമസഭാ സീറ്റ് ജയിക്കുന്നു. അതിനുശേഷം ലോക്സഭ അതും CPM ജയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ KC-യെ പോലൊരു വലിയ നേതാവിനെ അവിടെ ഇറക്കി അത് പിടിച്ചെടുക്കുന്നത്. പക്ഷേ ലോക്സഭയിലെത്തി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അതിവിശ്വസ്തനായി മാറി എന്നുള്ളതാണ് രാഷ്ട്രീയം മാറി മറിയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഏറ്റവും പവർഫുൾ ആണ്. കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത ആൾ എന്ന് പറയുന്നത് ഈ സോണിയാഗാന്ധിയുടെ കാലത്ത് അഹമ്മദ് പട്ടേലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അഹമ്മദ് പട്ടേലിന് ശേഷം പിന്നെ പലരും വന്നു. നമ്മുടെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന ഷെഖാവത്ത് വരെ ആയിട്ടുണ്ട്. കുറേ പേര് വന്നിട്ടുണ്ട്. ഷെഖാവത്തും മുഖ്യമന്ത്രി ആയപ്പോഴാണ് ആ പദവി ഒഴിഞ്ഞ് മുന്നോട്ട് മാറിപ്പോയത്. പക്ഷേ ആ സമയത്തൊന്നും അത്തരം നേതാക്കൾക്കൊന്നും ഈ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയില്ല. അല്ല, അന്ന് കേന്ദ്രത്തിൽ അഹമ്മദ് പട്ടേലിന് ശേഷം. അതെ, മാത്രമല്ല അഹമ്മദ് പട്ടേലിന് മുമ്പാണെങ്കിലും ഗുലാം നബി ആസാദ്, GK മൂപ്പനാർ, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ അതിശക്തന്മാരായിരുന്നു. അവരൊക്കെ വളർന്നൊരു KK കരുണാകരനും AK ആന്റണിയും മാത്രം കൂടിക്കാഴ്ച നടത്തിയിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നു. അത് വേറെ ആരുടെ അനുമതി KC വേണുഗോപാൽ ഒന്നുകൂടെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ശക്തി കുറെ കൂടി അതൊരു കാര്യമാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് സജീവമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റുന്നതിലും ഒരു പങ്ക് KC വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. BJP ശരിക്കും അമ്പരപ്പിച്ചുളഞ്ഞ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒരു വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഇടയ്ക്കൊന്നും പിന്നിലായി പോയതാണ്. അപ്പോൾ BJPക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു വിജയം നേടാൻ കഴിയാതിരുന്നതും അത് കോൺഗ്രസിന്, പ്രത്യേകിച്ച് AICC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി, അത് വലിയ നേട്ടമായി മാറിയത്. KC വേണുഗോപാലിന് വലിയൊരു തോതിലുള്ള ഒരു അംഗീകാരം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് സഹായകരമായി മാറിയത്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി. സ്വാഭാവികമായിട്ടും കേരള മുഖ്യമന്ത്രിയാവാൻ KC ആഗ്രഹിച്ചാൽ KC മാത്രമേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകൂ എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം VD സതീശൻ്റെ ക്യാമ്പ് പറയുന്നത് ജനഹിതം VD സതീശൻ്റെ ക്യാമ്പിന് അനുകൂലമാണെന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിലെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനകത്തുണ്ട് എന്ന വലിയ ചർച്ച മാധ്യമങ്ങൾ നടത്തിയിരുന്നു. KC വേണുഗോപാൽ ഞാൻ ഇല്ല എന്ന് പറയുമ്പോഴും KC-യും RC-യും VD-യും 3 പേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും, ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത്. ഇവർ തമ്മിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാകും, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയായിരുന്നു വാർത്തകൾ വന്നത്. ഈ വാർത്തകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജനം വോട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും സീനിയർ ജനറേഷൻ രമേശ് ചെന്നിത്തല, തൊട്ടടുത്ത ജനറേഷൻ KC വേണുഗോപാൽ, അതിൻ്റെ അടുത്ത് വന്ന ഒരാളാണ്. ഒരുപാട് അകലമല്ലെങ്കിലും തൊട്ട് പിന്നാലെയുള്ള ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ആ ഒരു നേതൃനിരയിൽപ്പെട്ട ആളാണ് VD സതീശൻ. പക്ഷേ KC വേണുഗോപാൽ പാർട്ടി സീനിയോറിറ്റിയിൽ മുന്നിലാണെങ്കിലും സംഘടനാ തലത്തിൽ രമേശ് ചെന്നിത്തലയുടെ മുകളിൽ പോയി എന്നുള്ളതാണ് ഉറപ്പാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അതൊരു കഷ്ടമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരെക്കാളെല്ലാം സീനിയറാണ്. എത്രയോ സീനിയർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KS സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇവരുടെ ഈ പറഞ്ഞ 3 പേര് ചിലപ്പോൾ ഏതെങ്കിലും പ്രൈമറി സ്കൂളിൽ പഠിക്കാതിരിക്കാം. അത്രയും സീനിയറാണ്. മുരളീധരനുണ്ട്. പക്ഷെ അവരാരും തന്നെ അവകാശവാദങ്ങളൊന്നും ഏതായാലും ഉന്നയിക്കാൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുവരെ ഒന്നും ഉന്നയിച്ചില്ല. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് കോട്ടയത്തെ വിജയം ആഘോഷിച്ച് നടക്കണം. അതേപോലെ തന്നെ മുരളീധരനും മുരളീധരന്റെ കാര്യം എടുത്താൽ അദ്ദേഹം പ്രചരണത്തിൽ വെച്ചതിനേക്കാൾ കൂടുതൽ ഫ്ലെക്സുകൾ നന്ദി അറിയിച്ച് വട്ടിയൂർക്കാവിൽ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇപ്പൊ നൽകുന്ന ബൈറ്റുകളൊക്കെ തന്നെ അദ്ദേഹം വളരെ സമാധാനത്തോടെയാണ്. അതായത് ഓരോ ചെറിയ റോഡുകളിൽ പോലും കയറി ആളുകൾക്ക് നന്ദി പറയാണ് മുരളീധരൻ. അല്ല, അത് അത്രയും പ്രധാനപ്പെട്ട വിജയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മുരളീധരൻ ഇടയ്ക്ക് കോൺഗ്രസ് വിട്ടു പോയിട്ടില്ലായിരുന്നു. ഇതിന് അദ്ദേഹം മുഖ്യമന്ത്രി ആയ
അതിനുള്ള എല്ലാ കഴിവുള്ള ഒരാൾ തന്നെയാണ് കഴിവുള്ള കെ കരുണാകരൻ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന കാലത്ത് അദ്ദേഹത്തെ ഒരുപാട് പേര് പല ഇരട്ടപ്പേരുടെ വരെ അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ താൻ ഒരു മികച്ച KPC പ്രസിഡന്റാണെന്ന് കെ മുരളീധരൻ തെളിയിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. ഇന്ദിരാഭവനിൽ ഇന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഇന്ദിരാഭവൻ ഇന്ന് കാണുന്ന അത്രയും വലിയ ഒരു കെട്ടിടമായിട്ട് വികസിപ്പിച്ചെടുത്തൊക്കെ മുരളീധരൻ എന്ന KPC പ്രസിഡന്റ് കഴിവ് തന്നെയാണ്. ഇതിലിപ്പം കേരളത്തില് മുഖ്യമന്ത്രി ആരെന്നുള്ളതല്ല, മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ഏക നേതാവ് കെ മുരളീധരൻ എന്ന് പറയാം. മുസ്ലിം ലീഗിൽ പോലും ആരെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാവും. അതേപോലെ കോൺഗ്രസ് വശത്ത് മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ഏക നേതാവ് കെ മുരളീധരനാണ്. അദ്ദേഹം അതിൽ തൃപ്തനാണ്. അതിൽ വേറൊരു യാദർശികത ഉള്ളതെന്ന് പറഞ്ഞാല് വട്ടിയൂർക്കാവിന്റെ MLA ആയിരിക്കുകയാണ് അപ്രതീക്ഷിതമായി വടകര മത്സരിക്കാൻ മുരളീധരൻ പോകുന്നത്. അത് വടകര എന്ന് പറയുന്ന CPM-ന്റെ കോട്ട P ജയരാജൻ മത്സരിക്കുന്നു, അത് പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വടകരയിലേക്ക് ഈ മുരളീധരൻ പോകുന്നത്. ആദ്യത്തെ വർഷം നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം P ജയരാജനെയാണ് തോപ്പിച്ചത്. ചെന്താരകം, കമ്മ്യൂണിസ്റ്റുകളുടെ ചെന്താരകത്തെ തോപ്പിച്ച മുരളീധരൻ അടുത്ത 5 കൊല്ലം കഴിയുമ്പം വടകര മത്സരിക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം വടകര മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തനം എന്ന് നമ്മളെല്ലാം പറഞ്ഞു. അദ്ദേഹം പോയി തൃശ്ശൂർ മത്സരിച്ചു. പക്ഷെ അത് സത്യത്തിൽ തൃശ്ശൂർ മത്സരിച്ചത് എൻ്റെ അനുജത്തി പാർട്ടി മാറി എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം മത്സരിച്ചത്. പക്ഷെ അവിടെ ദയനീയമായി തോറ്റു. ആ തോറ്റത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇക്കുറി മന്ത്രിയാവാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറ്റും. അതെ, വടകരയിൽ അദ്ദേഹം വീണ്ടും MP ആയിരുന്നെങ്കിൽ ഇപ്പം ഈ MP-മാരെ മത്സരിപ്പിക്കാത്തതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പോയനെ. അപ്പം വടകരയിൽ തോറ്റോണ്ട് മാത്രം അത് ഷാഫി പറമ്പലിനെയൊക്കെ പോലെയുള്ള മന്ത്രിയാവാൻ സാധ്യതയുള്ള ആളൊക്കെ MP-മാരായി അവർക്ക് മത്സരിക്കാൻ VD സതീശനാണ് അതിൽ കുറച്ച് നിലപാടെടുത്തതെന്നാണ്, MP-മാര് മത്സരിക്കേണ്ടെന്നൊരു നിലപാടെടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ ആ സമ്മർദ്ദം ആ സമയത്ത് VD സതീശൻ ചില പിടിവാശികൾ വെച്ചിരുന്നു. ആ പിടിവാശികൾ കാരണമാണ് അത്ര ഒരു MP-മാരെ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താനിടയ്ക്ക് ഒന്ന് വെടിപൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോട് നമുക്ക് യോജിക്കാനൊന്നും കഴിയുകയില്ല. കാരണം അദ്ദേഹം മാത്യു കുഴൽനാടനെയാണ് വിമർശിച്ചത്. കുഴൽനാടൻ മറ്റേ ലീഗ് കോൺഗ്രസ്, അതായത് യഥാർത്ഥത്തിൽ കുഴൽനാടന്റെ പ്രസ്താവന ഞാൻ പിന്നെയും കണ്ടു. മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന് തീരുമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമോ അവകാശമോ കോൺഗ്രസിനില്ല. അതേപോലെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാനുള്ള ഒരു റൈറ്റ് മുസ്ലിം ലീഗിനും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കോൺഗ്രസിന്റെ അവകാശമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഉണ്ണിത്താൻ നടത്തിയ ചില പദപ്രയോഗങ്ങൾ നമ്മൾ അമ്പരപ്പിക്കും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് മുസ്ലിം ലീഗിലെ ഒരു വലിയൊരു വിഭാഗം VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പം മാത്യു കുഴൽനാടന്റെ വാക്കുകൾ VD സതീശന് എതിരായിരുന്നു. അപ്പൊ VD സതീശന് എതിരെ പറഞ്ഞ വാക്കുകൾക്കൊപ്പം ഇതും കൂടെ കയറി വന്നപ്പോൾ മുസ്ലിം ലീഗ് വിചാരിച്ചു ഞങ്ങളെയും കൂടെ കടന്നാക്രമിച്ചതാണ് എന്ന് പറഞ്ഞു. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താന് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു വിഷയം, അവർക്ക് കുഴൽനാടനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കാര്യം കുഴൽനാടന്റെ വിഷയത്തിൽ ചില നേതാക്കളെല്ലാം അഭിപ്രായം പറഞ്ഞിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലൊരു നേതാവിന് കുഴൽനാടനെ തള്ളി പറഞ്ഞേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കുന്ന കാസർഗോഡാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ. അദ്ദേഹം പറഞ്ഞ ചില സീറ്റുകളുണ്ട്, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, മലപ്പുറം, വയനാട്, ഈ സീറ്റുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സീറ്റുകളിൽ അപ്പം മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ജയിക്കുന്ന ഒരു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോലും മലപ്പുറം മാത്രമല്ല കോഴിക്കോട്ടൊക്കെ തന്നെ കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പിന്നിലെ ലീഗിന്റെ ശക്തി തന്നെയാണത്. അതെ, പക്ഷേ ഞാൻ ഈ കോഴിക്കോട്ടെ ഹൈന്ദവ സീറ്റുകൾ പോലും, ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സീറ്റുകൾ പോലും കോൺഗ്രസ് ജയിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ ഈ ശബരിമല വികാരം, മറ്റേ അവിടുത്തെ വിശ്വാസികളായ ശബരിമല സ്വർണ്ണക്കുള്ള ഉയർത്തിയ CPM-ലെ വിശ്വാസികൾ പോലും CPM വോട്ട് ചെയ്തില്ല. തോട്ടത്തിൽ രവീന്ദ്രൻ മേയർ, ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്നു. അത് തികഞ്ഞ ഗുരുവായൂർ ഭക്തൻ. അദ്ദേഹത്തിന് പോലും ഈ വിശ്വാസികളുടെ എതിർപ്പ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊക്കെ ഹിന്ദുക്കളുടെ വോട്ട് വളരെ സ്വീകാരനായ സൗമ്യനായ കൂടെയാണ്. ആ വോട്ടുകളെല്ലാം വ്യാപകമായി BJP പിടിച്ചു. അതുകൊണ്ടാണ് കോഴിക്കോട് ജയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല, ലീഗിനെ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല. പക്ഷേ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വോട്ടുകളും ഈ UDF സംവിധാനത്തിന് അനുകൂലമായി വന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പിന്നെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഏറ്റവും ടോപ്പ് ലെവലും സംസാരിച്ചത് തീർത്താൽ മതിയായിരുന്നു. അത് ഇതിപ്പോ ഈ ഉണ്ണിത്താൻ ഈ ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ മയത്തിൽ പറയാമായിരുന്നു. പക്ഷേ ഈ കുഴൽനാടനെ കുറിച്ച് നടത്തിയ പരാമർശമൊക്കെ തന്നെ അത് അദ്ദേഹത്തിന് വേദന ഉണ്ടായിക്കാണ് തീർച്ചയായും. അല്ല, അതൊരിക്കലും അത് പിന്നെ ഈ CPM-മാർ ഇപ്പൊ അടികൊണ്ട് തറയിൽ വീണ് കിടക്കുകയാണ്. ഇപ്പൊ ഈ ഘട്ടത്തില് മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ വരികയാണെങ്കിൽ സതീശനാണോ UDF-നെ ജയിപ്പിച്ചതെന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പേരുടെയും പേര് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇലക്ഷൻ നടന്നത്. അപ്പൊ ജനങ്ങൾക്കറിയാം ഈ 3 പേരിൽ ഒരാളായിരിക്കും ആവുന്നത്, KC ആണ് ഓരോരുത്തർ നിൽക്കുന്നതെന്നൊക്കെ അറിയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ
ചെയ്ത വോട്ടിന് അല്ലെങ്കിൽ ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞപ്പം PR വർക്കിലൂടെ വളരെ മനോഹരമായി സതീശൻ മാറ്റുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാലേ രമേശ്, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവരാരുടെ അധ്വാനമല്ല, പിണറായിയുടെ അധ്വാനമാണ് ഇതിന്റെ എല്ലാം അതെ. ഇപ്പൊ തന്നെ പിണറായി സംഘം നടത്തിയ ദുർഭരണം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത് ഞാൻ വിശ്വസിക്കുന്നത് തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ നിലപാടും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന്റെ നേതാവും അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ നിലപാട്. ജി സുധാകരന്റെ വിജയം എന്ന് പറഞ്ഞാൽ ചെറിയ വിജയമല്ല, 28,000 വോട്ടിനാണ് ജയിക്കുന്നത്. സുധാകരൻ അല്ലാതെ അങ്ങനെ LDF നിന്ന സമയത്ത് അവർക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അതെന്ന് പറഞ്ഞാല് പിണറായിസത്തിനെതിരായ വിധിയാണ്. സതീശനിസത്തിന് അനുകൂലമായ വിധിയല്ല, പിണറായിസത്തെ അടിച്ചു നിരപ്പാക്കിയത്. ആരും ഇതിന്റെ വേറെ ആരും കോൺഗ്രസിലാരും തൽക്കാലം ഒരുപാട് ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് കോൺഗ്രസ്സുകാർ പണിയെടുത്തു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കി തന്നതിന്റെ പേരിൽ പിണറായി വരുന്നത്. അതേപോലെ മികച്ച സ്ഥാനാർത്ഥികൾ നിന്നു. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് 63 സീറ്റ് വരെ കിട്ടുന്നത്. ഈ 63 പേരിൽ 47 പേരും KC വേണുഗോപാലിന്റെ കൂടെയാണ്. അതെ. അപ്പം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. നേരത്തെ തന്നെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് MLA-മാരുടെ പിന്തുണ തേടി നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഹൈക്കമാൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ അതല്ല നടന്നത്. MLA-മാര് പറഞ്ഞിട്ടും രമേശ് ചെന്നിത്തലയെ വെട്ടി നമ്മൾ VD സതീശനാക്കി. അന്ന് ഈ മാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റാരോ സോഷ്യൽ മീഡിയയിൽ വിശദമായി കുറിപ്പിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ YS രാജശേഖര റെഡ്ഡി നമ്മൾ ജയന്തിയുള്ളപ്പോഴാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹം അന്തരിച്ച സമയത്ത് അതിന് പിൻഗാമി ആരാണെന്നുള്ള ചോദ്യത്തിന് അവിടുത്തെ നിയമസഭാ കക്ഷിയുടെ അഭിപ്രായം തേടിയപ്പോൾ അവരെല്ലാവരും പറഞ്ഞതിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി ആക്കണമെന്നാണ്. പക്ഷേ അദ്ദേഹത്തെ മാറ്റി വേറൊരാളിനെ വെക്കുകയും ജഗൻമോഹൻ റെഡ്ഡി സ്വന്തം പാർട്ടി ഉണ്ടാക്കി അടുത്ത മുഖ്യമന്ത്രി ആവുകയും ചെയ്ത ഒരവസ്ഥയോടെ വന്നു. പിന്നീട് രേവന്ത് റെഡ്ഡിയെ പോലെ. അതെ, അത് അവരെ മറ്റേ ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ കയ്യിരിപ്പോണ്ട് സംഭവിച്ചാണെന്ന് പറയാം. പിന്നീട് ആ സംസ്ഥാനം രണ്ടായി മാറുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വായിച്ച എഴുതിയിരിക്കുന്ന ആളിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാത്തിനും രണ്ട് നീതി ശരിയല്ലല്ലോ എന്നാണ്. നിങ്ങൾ നിയമസഭാ കക്ഷിയുടെ പിന്നെ തലയെണ്ണമാണ് നമ്മൾ എണ്ണുമ്പോഴാണ് കൂടുതലെങ്കിൽ അത് എല്ലായിടത്തും ഒരുപോലെ ബാധകമാവണം. ഇപ്പൊ രമേശ് പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ട് സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതുപോലെ, അല്ലെങ്കിൽ ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയെ ഒഴിവാക്കിയതുപോലത്തെ ഒരു അവസ്ഥ അത് കോൺഗ്രസിനാണ്. ഈ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു വാദമുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ ദീപ്തി മേരി വർഗീസിനായിരുന്നു ഹൈക്കമാൻഡിന്റെ പിന്തുണ, KC വേണുഗോപാലിന്റെ പിന്തുണ ദീപ്തി മേരി വർഗീസിന്. പക്ഷെ അവിടെ ആയതാരാണ്? കൗൺസിലർമാരുടെ തലയെണ്ണ എടുത്ത് അവിടെ ദീപ്തി മേരി വർഗീസിനെ വെട്ടുകയാണ് ചെയ്തത്. ദീപ്തി മേരി വർഗീസ് വളരെ കൂളായിട്ട് അത് അംഗീകരിച്ചു. പിന്നീട് ദീപ്തി മേരി വർഗീസിന് അന്ന് തലയെണ്ണി എടുത്തവർ പറഞ്ഞു MLA ആക്കാം, സുരക്ഷിതമായ സീറ്റ് നൽകാന്ന് പറഞ്ഞു. അവരത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ എന്ത് പറ്റി? പോസ്റ്റർ പോലെ അടിച്ചു. അവസാനം പോസ്റ്റർ വെറുതെയായി. അവര് അപ്പോഴും ബഹളം ഉണ്ടാക്കാതെ ഷിയാസിന്റെ വിജയത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുകയും ഷിയാസിന് മികച്ച വിജയം ഉണ്ടാവുകയും ചെയ്തു. ഒരുപക്ഷെ ഷിയാസ് അവിടെ തോറ്റിരുന്നെങ്കിൽ അത് ദീപ്തി മേരി വർഗീസിന്റെ പേരിൽ വരികയും ചെയ്തു. കോൺഗ്രസിൽ എപ്പോഴും സംഭവിക്കാറുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞത് KC വേണുഗോപാലിന്റെ പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവാണ് ദീപ്തി മേരി വർഗീസ്. ദീപ്തി മേരി വർഗീസ് മേയറാവാൻ യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു, ആവേണ്ടതുമാണ്. കാര്യം സംഘടനാ ഹെറാർക്കിയൊക്കെ വെച്ച് അവരാണ്. പക്ഷെ അവർ മാറിക്കൊടുത്തെങ്കിലും അടുത്ത ഒരാൾ വരുമ്പം ഷിയാസാണ്. സ്വാഭാവികമായിട്ട് പണ്ടത്തെ കോൺഗ്രസിലെ കാലുവാരിൽ വെച്ച് ഷിയാസിനെ പാലം വലിക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെ പോലും ചെയ്യില്ല എന്ന് ഉറപ്പാക്കിയത് KC വേണുഗോപാലിന്റെ ഇടപെടലുകളാണ്. ഒരു മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയെയും പാലം വരിക്കരുതെന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന ഒരു കരുത്തുപയോഗിച്ച് അങ്ങേര് വളരെ കൃത്യമായിട്ട് തന്നെ നടപ്പാക്കി. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഷിയാസിന്റെ വിജയം. ഷിയാസിന്റെ വിജയം ഒരു വൻ വിജയമാണ്. അത് വൻ വിജയമാണ്. കാരണം നമുക്ക് തന്നെ നമ്മളിവിടെ നമ്മുടെ ഓഫീസിൽ എത്രയോ പേര് ഫോൺ വിളിച്ച് ഞങ്ങൾ തോൽപ്പിക്കും, ഞങ്ങളുടെ സമുദായത്തിനാണ് അവിടെ മുൻഗണനയുള്ളതെന്ന് പറഞ്ഞപ്പോഴും ഈ പറഞ്ഞവരെയൊക്കെ അവഗണിച്ചു ജനങ്ങൾ പിണറായിനെതിരെ ആഞ്ഞടിക്കുക തന്നെ. അതെ, അതേപോലെ ഏറ്റുമാനൂര് നമ്മുടെ വാഴക്കനെ സീറ്റ് അദ്ദേഹം പോസ്റ്റർ ഒട്ടിച്ചാണ്. അദ്ദേഹത്തെ മാറ്റി നാട്ടകം. ഈ കൂട്ടത്തിൽ വലിയൊരു വിഷമമുള്ള കാര്യം വാഴക്കന്റെ അല്ല, ഞാൻ പറയാം. എന്നിട്ടും നാട്ടകം സുരേഷിന്റെ വിജയത്തിന് വാഴക്കന്റെ ഒരു വിഷമത പ്രശ്നമാവുന്നില്ല. രമേശ് ചെന്നിത്തല ഗ്രൂപ്പില് രണ്ടാമനാണ് വാഴക്കൻ. വാഴക്കന്റെയും കൂടെ സഹായത്തോടെ വലിയ ഭൂരിപക്ഷത്തില് കോട്ടയത്തെ ഏറ്റവും വലിയ CPM നേതാവിനെയാണ് നാട്ടകം സുരേഷ് തോപ്പിച്ചത്. ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് CPM പറഞ്ഞ ഏറ്റുമാനൂർ അട്ടിമറി നാട്ടകം സുരേഷ് അവിടെയും. അപ്പൊ ഞാൻ പറഞ്ഞ അവിടെയും എല്ലാവരും ഒരുമിച്ച് നിന്നു. അവിടെയും ഏറ്റുമാനൂർ I ഗ്രൂപ്പിനൊക്കെ നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. പതിവില്ലാതെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിമതന്മാരില്ലായിരുന്നു. വിമതന്മാർ മാത്രമല്ല, എല്ലാവരും കാലുവാരൽ ഉണ്ടായില്ല. ഈ കാലുവാരൽ ഉണ്ടാകാത്തതിന് കാരണം ഈ KPCCയിൽ സണ്ണി ജോസഫിനെ വെച്ചോ AICCയിൽ നിന്ന് കൃത്യമായിട്ട് KC അതെ, അതായത് പണി കിട്ടും ഇവിടെ കാലുവാരിയാൽ മുകളിൽ നിന്ന് പണി തരാൻ. അതായത് രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ച് രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ നേതാക്കൾക്കുള്ളത് കൊണ്ടാണ്
ഇത് അങ്ങനെ നടക്കാത്തത്. സംഭവിച്ചത്. അത് പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രസ്താവന നടത്തുക, ബഹളം ഒന്നും വയ്ക്കുക, ഉണ്ടായില്ല. അണികളെ ഇറക്കുക ഒന്നും തന്നെ ചെയ്തില്ല. അത് വലിയ കാര്യം. തളിപ്പറമ്പിലാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്. തളിപ്പറമ്പിൽ ആ, തളിപ്പറമ്പിലാണെങ്കിൽ പോലും അവിടെ വിമതരെ എല്ലാം ഒതുക്കി, അതേപോലെ പുനലൂർ ഒതുക്കി. അങ്ങനെ കോൺഗ്രസിനെ വിമതന്മാരില്ലാത്ത ഒരു കോൺഗ്രസ് ആക്കി ഈ തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കിയ പ്രധാനപ്പെട്ട കക്ഷി കെ.സി. വേണുഗോപാൽ തന്നെയാണ്. ഒരു സംശയം ഉണ്ടാക്കാറ് കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി ആവാനൊക്കെയുള്ള എല്ലാവിധ അർഹതയുമുണ്ട്. സംശയിക്കേണ്ട. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു, MLA MP ഒക്കെ ആയിരുന്ന ആൾ തന്നെയാണ്. രാജ്യസഭയിൽ ലോക്സഭയിൽ അംഗമായിരുന്നു, AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അർഹതയുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ നമ്മുടെ കേരളത്തിലെ ഈ അണികൾ ഇപ്പം നടത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് വളരെ മോശമാണ്. VD സതീശന് പൊതുവെ അണികളില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. നേതാക്കളും VD സതീശൻ്റെ ഒരു ഗ്യാങ്ങും. അതായത് VD സതീശന് അങ്ങനെ ഒരു പ്രകടനം നടത്താൻ പറ്റുന്ന നേതാവായിട്ട് ആരും കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പ്രകടനം നടത്തുന്നു, പെട്ടെന്ന് പൊട്ടിമുളച്ച പോലെ കുറെ ആളുകൾ വരുന്നു, പ്രകടനം നടത്തുന്നു. പക്ഷെ ഇതിന്റെ ഒരു സതീശന് തന്നെ നെഗറ്റീവായത് MSF-കാരാണ് കേരള ഹൗസിൽ ഇത് നടത്തിയെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് അനുഭവം എൻ്റെ സുഹൃത്തായിട്ട് ഇക്കാര്യം ഫോണിൽ സംസാരിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, ഈ തിരുവനന്തപുരത്ത് കുറേ പേര് ജാഥ നടത്തുന്നുണ്ട്, ഇതിൽ നേതൃനിരയില്ല, നിങ്ങൾക്ക് കണ്ടിട്ടുള്ള ഏതെങ്കിലും തിരുവനന്തപുരത്ത് കോൺഗ്രസ് അറിയാലോ, ആരെങ്കിലും ഉണ്ടോ? ഇത് അവരെതിരാണ്. ഇതൊക്കെ ആരാണ് ജാഥ? പക്ഷേ 5-6 പേരുണ്ട്. നേതാക്കളല്ല. പക്ഷേ അതാണ് പ്രധാന നേതാക്കളല്ല. ഇടുക്കിയിൽ അങ്ങാണ്ട് DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ജാഥ നടത്തിയ പല എല്ലാവരെയും പുറത്താക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, അത് ഈ മറ്റുള്ളവർ മുമ്പേ കൈവിട്ടിച്ചിരിക്കാൻ നമ്മൾ ഒരിക്കലും അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഡൽഹിയിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ KC തന്നെ മുഖ്യമന്ത്രി ആയാൽ ഉപമുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വരാനുള്ള സാധ്യതകൾ. അങ്ങനെ ഉപമുഖ്യമന്ത്രിയായി ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ രണ്ട് മുഖ്യമന്ത്രിയൊക്കെ ഉണ്ട്. അതെ, രണ്ട് മുഖ്യമന്ത്രി. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 1 ആണെങ്കിൽ 2 ലീഗിൻ്റെ. അത് 2 അത് 3 ആക്കേണ്ടി വരും. അല്ല, ഉപമുഖ്യമന്ത്രി ആയാലേ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ 2 പോവാം. അല്ല, ഈ സതീശൻ കൂടെ 3 കൊടുത്താൽ മതി. സതീശന് 3 കൊടുത്താൽ മതി. 3 കേരള കോൺഗ്രസിന്റെ അവകാശമാണ്. അല്ല, അത് 4 മാറും. അല്ല, ഞാൻ പറഞ്ഞത് ഈ കാറിന്റെ നമ്പറിന്റെ കാര്യത്തിൽ പോലും പലപ്പോഴും ഈ മുന്നണികളിലെ ഈ ഘടകകക്ഷികളിലെ നേതാക്കളൊക്കെ തമ്മിൽ വലിയ തർക്കം ഉണ്ടാകുന്ന ഒരു കാലമാണ്. എന്തായാലും 2ാം നമ്പർ കാറ് മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കൂല. ഇല്ല, അത് ഉറപ്പാണ്. അതെ. മാത്രമല്ല, ലീഗ് എന്ന് പറയുന്നത് അവര് ഈ ഇപ്പോഴത്തെ UDF വിജയത്തിൽ നിർണായക പങ്കുവച്ചവരാണ്. ലീഗ് അത്ര ചെറിയ കക്ഷിയല്ല. മാത്രമല്ല, മലബാർ കോൺഗ്രസിന് ഇത്രയും സീറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ അതിന് ലീഗ് വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ് എല്ലായിടത്തും. ഒരുപക്ഷെ തെക്കൻ ജില്ലകളെക്കാൾ ഏറെ മലബാർ മേഖലയിൽ. തെക്കൻ ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗ് എന്നതിലുപരി മുസ്ലിം സമുദായം ഈ സുധീർ ഷാ പാലോട് ജയിക്കാനൊരു വലിയ കാരണം അവിടുത്തെ മുസ്ലിം വോട്ടുകളുടെ ശേഷമാണ് വാമനപുരം മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ്. അതും വളരെ ജനകീയനായ CPM-ന്റെ നേതാവാണ് DK മുരളി. അദ്ദേഹത്തെ അവിടെ തോപ്പിക്കുക അസാധ്യമാണെന്നൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. CPM-ന്റെ സർവേക്ക് പോയ സമയത്തൊക്കെ തന്നെ നാരോ ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും മുരളി തന്നെയായിരുന്നു നമ്മളെ മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷെ അതൊക്കെ മാറിക്കാണും. കാരണം അത് മാറിയെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിന്റെ ഏകീകരണം അവിടെ സംഭവിച്ചു. അത് വലിയ തോതിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് ഇവിടെ വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിലും മുസ്ലിം ലീഗ് ഇല്ലാത്തടത്ത് മുസ്ലിം ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പലപ്പോഴും ഇപ്പോൾ ഈ സതീശന് വേണ്ടി മുസ്ലിം സംഘടനകളൊക്കെ ഇറങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്, VD സതീശൻ ഇപ്പം സുകുമാരൻ നായരാണെങ്കിലും വെള്ളാപ്പള്ളിയാണെങ്കിലും ഒന്നും അടുപ്പിക്കില്ല. അവരെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്ത് അവർ പറഞ്ഞ ഈ പണിയൊക്കെ അവർ ഇടപെടാൻ വന്നാൽ പറഞ്ഞു വിടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ആ ഒരു കാര്യം കൂടെ കൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഈ സതീശനെ തങ്ങളുടെ ഒരു നേതാവായിട്ട് അവർ കണക്കാക്കുന്നത്. എന്തായാലും സതീശനേക്കാൾ സാധ്യത ഈ ഘട്ടത്തിൽ KCക്കാണ്. പിന്നെ അത്ഭുതങ്ങൾ കാരണം KC സ്വയം പിന്മാറി രമേശ് ചെന്നിത്തല വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് സതീശൻ, ഈ ഘട്ടത്തിൽ വരെ പറയുന്ന സതീശൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറിയതോടെ പൂർണ്ണമായി മാത്രമല്ല, ഇത്തരം അക്രമാസക്തമായ രീതിയിലേക്ക് ഈ പ്രതിഷേധ പരിപാടികൾ മാറിയപ്പോഴേ അത് കേരളത്തിൽ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടാ. ഇപ്പം A ഗ്രൂപ്പ് I ഗ്രൂപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. പലപ്പോഴും പിന്നെ സംഭവിക്കാറുള്ളത് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ്. അത് പലപ്പോഴും നല്ല അടിയുണ്ടാവും. അതാണ് എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. 91 UDF അധികാരത്തിൽ വരുന്നു. അപ്പോൾ അന്ന് കർണാടക മുഖ്യമന്ത്രിയാണല്ലോ, ആന്റണിയുണ്ട്. അപ്പോൾ രണ്ടുപേരും അവരവരെ മന്ത്രിമാരെ പട്ടിക തയ്യാറാക്കണമല്ലോ. അപ്പോൾ ആദ്യം ആന്റണി ഗ്രൂപ്പിൻ്റെ പട്ടിക ചോദിച്ചു. AK ആന്റണി ആദ്യം എഴുതിയ പേര് VM സുധീരൻ്റെതായിരുന്നു. AK ആന്റണി പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. സുധീരൻ്റെ പേര് ഓടണമെന്ന് പറഞ്ഞു. ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഈ 82-87 കാലത്തിൽ 84-87 വരെ സ്പീക്കറായിരുന്നു സുധീരനാണ്. സുധീരൻ AK ആന്റണി അസംബ്ലിയിൽ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് AK ആന്റണി പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. OK ആന്റണി സമ്മതിച്ചു. പിന്നീട് AK ആന്റണി ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം സുധീരൻ്റെ മന്ത്രിയായി. ആരോഗ്യമന്ത്രിയായിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയായി മാറിയിരുന്നു. ഉമ്മൻചാണ്ടി ധനകാര്യ മന്ത്രിയായി.
അപ്പോൾ അന്ന് ഇവർ തമ്മിലൊരു പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു കേട്ടോ. അതെ. ഒരിക്കലും ഇവരെ അണികളെന്ന് ഈ അന്ന് തിരുത്തലവാദ പ്രസ്ഥാനം ഉണ്ടായപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ തെരുവിലേക്ക് ഈ കോൺഗ്രസ് ഇറങ്ങിയത്. എങ്കിൽ പോലും അതിനൊരു പരിധി ഉണ്ടായിരുന്നു. നെടുമങ്ങാട്ട് എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്, എം എ ഷാനവാസും ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയും കൂടെ ഒരു തിരുത്തലവാദ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്വീകരണം കൊടുത്തപ്പോൾ ഞാൻ അത് കാണാൻ പോയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങനെ ആരും ചീത്ത വിളിക്കുകയൊന്നും ചെയ്യുന്ന മുദ്രാവാക്യമൊന്നും ഇല്ലായിരുന്നു. അവരെ നേതാക്കളെ സ്വീകരിച്ച് ആനയിക്കുന്നു എന്നുള്ളതല്ല, അവരുടെ കാര്യം പറയുന്നു എന്നുള്ളതല്ലാതെ ഈ ഇമാതിരി വലിച്ചു കയറൽ ഈ ഫ്ലെക്സ് വലിച്ചു കയറുന്ന പോലെയൊക്കെയുള്ള ഈ വൃത്തികളൊന്നും ഒരിക്കലും ആരും കാണിച്ചിട്ടില്ല. അത് ശരിയുമല്ല ഒരിക്കലും. ഈ പറഞ്ഞ 3 നേതാക്കളുടെയും പ്രധാന ശിഷ്യനായിരുന്നു കെ.സി. വേണുഗോപാൽ. അതായത് ഗുരുവിനെ മറികടന്ന് ശിഷ്യൻ മുകളിലേക്ക് പോയി. അതെ 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 അതെ. അതിനും താഴെ ഉണ്ടായിരുന്ന ആളായിരുന്നു വി ഡി സതീശൻ. അതെ, ജി കാർത്തികന്റെ കൂടെ വി ഡി സതീശന്റെ ഒരു നിൽപ്പും. ജി കാർത്തികനാണ് വി ഡി സതീശനെ ഒരു നേതാവാക്കിയതും MLA ആക്കിയതും. വി ഡി സതീശൻ തന്നെ ഇപ്പൊ നമ്മുടെ കാർത്തികനെ പറ്റി അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതാണ് ഒരു വസ്തുത. രമേശ് ചെന്നിത്തല KC കൊണ്ട് നടന്നു, കരുണാകരനും ഉണ്ടായിരുന്നു. ഇപ്പൊ 91-ലാണോ എന്ന് സംശയമുണ്ട്. KC പാർലമെന്റിലേക്ക് മത്സരിച്ച് കാസർഗോഡ്. അന്ന് അദ്ദേഹം ജയിച്ചില്ല. പിന്നീട് ഇങ്ങനെ ആലപ്പുഴയ്ക്ക് വന്നപ്പോൾ അത് ആലപ്പുഴക്കാരനായി മാറി. പെട്ടെന്നായിരുന്നു. ആലപ്പുഴയിലും ജയിക്കുമെന്ന് കരുതി ആയിരിക്കില്ല വന്നത്. അതെ അതെ. പക്ഷെ അത്ഭുത വിജയമാണ് ആലപ്പുഴയിൽ KC കാഴ്ച. അസംബ്ലിയിൽ നേടി, പാർലമെന്റിൽ നേടി. ആലപ്പുഴയുടെ ഒരു പ്രതിനിധിയെ മാറാതെ ആലപ്പുഴയിൽ തോപ്പിക്കാൻ പറ്റില്ല. ഇല്ല. CPM പഠിച്ച പണി 18 നോക്കിയതാണ്. അപ്പൊ തവണ KC ഒരുപക്ഷെ അന്ന് ആലപ്പുഴ അദ്ദേഹം ജയിക്കുമായിരുന്നു. അതെ, ഒരു സംശയം വേണ്ട കാര്യത്തിലെന്ന്. അതേപോലെ തന്നെ KC രാജ്യസഭ അംഗമായിരുന്നു. അതെ, രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ. KC നിന്നാലേ ആലപ്പുഴ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് KC ഇത്തവണ ആലപ്പുഴയിൽ മത്സരിച്ചത്. അങ്ങനെ നിർബന്ധപൂർവ്വം മത്സരിച്ചാണ്. അല്ലെങ്കിൽ തന്നെ KCക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇപ്പൊ നിയമസഭയിൽ മത്സരിച്ച് ആവാമായിരുന്നു. എന്തായാലും കേരളം വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ലോകമെമ്പാടുള്ള ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളെ കേരള ഗവർണർ തന്നെയാണ് തമിഴ്നാട് ഗവർണർ. അതൊരു പോയിന്റ്. അപ്പം തമിഴ്നാട് ഗവർണർ നാളെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരും എന്ന് വ്യക്തമായി കഴിഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. അവിടെ തമിഴ്നാട്ടിൽ ധാരണയാവുന്നതിന് മുമ്പ് തന്നെ വിജയിയെ ഉച്ചയോടെ തന്നെ അറിയിച്ചിരുന്നു. നാളെ ഞാൻ എന്തായാലും കേരളത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് വിജയിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പം അതായത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കേരളത്തിൽ സത്യപ്രതിജ്ഞ, അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്ക് അപ്പുറം കേരളത്തിലെ സത്യപ്രതിജ്ഞ നീളില്ല എന്ന് ഗവർണർക്ക് വ്യക്തമായ സന്ദേശം തിരഞ്ഞെടുത്താൽ മാത്രം മതി. അതായത് ഇന്നിപ്പോ തീരുമാനിച്ചാൽ ചിലപ്പോ തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാം. അതുകൊണ്ടാണ് നാളെ തന്നെ ഗവർണർ മടങ്ങും, കേരളത്തിലേക്ക് മടങ്ങും. നമ്മുടെ ഗവർണർക്ക് ഒരു അപൂർവ ഭാഗ്യമുണ്ട്, 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ സത്യപ്രതിജ്ഞയ്ക്കാനുള്ള മന്ത്രിമാരെ ചിലപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ആയിരിക്കും. അത് മിക്കവാറും കൂട്ടുകാരും തന്നെ ഈ വിജയും KC. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഞങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ ഈ ലൂസ് ടോക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. ഒരു വട്ടം കഴിയുമ്പോഴായിരിക്കും അതിന്റെ പൂർണ്ണമായ നമ്മുടെ വിശ്വാസം KC തന്നെ വരും എന്ന് തന്നെയാണ്. അതായത് നമുക്ക് ആകാംക്ഷയോടെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ആരാണ് ഇനി കേരളത്തിലെ നമ്പർ 1 ആകാൻ പോകുന്നതെന്ന്. നമസ്കാരം.